ചെറുകുന്നുതറയിൽ സ്ഥാപിച്ച ബിജെപിയുടെ ഫ്ലക്സ് ബോർഡുകളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നശിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും മറ്റും ചിത്രങ്ങളടങ്ങിയ ഫ്ലക്സ് ബോർഡുകളാണ് കീറി നശിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ഇഡി റെയ്ഡുമായി ബന്ധപ്പെട്ട് CPM നടത്തിവരുന്ന അക്രമ സംഭവങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് BJP കണ്ണൂർ ജില്ലാ നോർത്ത് വൈസ് പ്രസിഡന്റ് AV സനിൽ പറഞ്ഞു. തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ ശ്രീ പിണറായി വിജയന്റെ വസതിയിൽ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട് അവിടേക്ക് നടന്ന സംഭവങ്ങളും അവിടെ റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തകർക്കുക, ഉദ്യോഗസ്ഥന്മാരെ തടയുക, ഉദ്യോഗസ്ഥന്മാരെ വധിക്കാൻ ശ്രമിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ തന്നെ ഒരു പ്രസ്ഥാനമായിരിക്കും CPIM. അത് ഇതിന് സമാനമായ ഒരു സംഭവമായിരുന്നു 24 പർഗാനാസ് ജില്ല എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിലെ ജില്ലയിലെ സന്ദേശ് ഖലി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നത്. സമാനമായ റെയ്ഡ് ആയിരുന്നു. ആ റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തകർക്കുക, അവർക്ക് ജീവഹാനി സംഭവിക്കുന്ന രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തുക. അപ്പോൾ അന്ന് അതിന് നേതൃത്വം കൊടുത്ത മമതാ ബാനർജിയും TMCയുമാണെങ്കിൽ ഇന്ന് കേരളത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് പിണറായി വിജയനും CPMുമാണ്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ്സിന് ഇവിടെ പശ്ചിമ ബംഗാളിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് CPMനെ കേരളത്തിലേക്ക് വരുമ്പോൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരുടെയും അതുപോലെ ഗവൺമെൻറ്റിനെയും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പല സ്ഥലത്തും ബോർഡുകൾ വെച്ചിട്ടുണ്ട്, കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ചെറുകുന്നുതറയിൽ സ്ഥാപിച്ച ബോർഡ്, ഫ്ലക്സ് എല്ലാം ഇരുട്ടിൻ്റെ മറവിൽ ഇരുട്ടിൻ്റെ സന്തതികൾ CPMൻ്റെ നേതൃത്വത്തിൽ നശിപ്പിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അതിനെതിരെ കൃത്യമായ നടപടി പോലീസിൻ്റെയും അതുപോലെ അധികാരികളുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. അത് നശിപ്പിച്ച ആര് തന്നെയായാലും അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് പറയുന്നത്. ചെറുകുന്നിലെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP കണ്ണപുരം പോലീസിൽ പരാതി നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.